ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബിണ്ടി മസാലയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ചപ്പാത്തിക്കൊപ്പം റൈസിനൊപ്പമൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ വെണ്ടയ്ക്ക അല്ലെങ്കിൽ ബിണ്ടി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തുടയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ അതിനുശേഷം രണ്ടായി മുറിച്ചിട്ടുണ്ട്. വലിയ വെണ്ടയ്ക്കയാണെങ്കിൽ രണ്ടായിട്ട് മുറിക്കുക, ചെറുതാണെങ്കിൽ പിന്നെ ഒരു കഷ്ണമായിട്ട് മുറിച്ചാൽ മതി. ഇനി ഇത് എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇടാം. ഇപ്പോൾ ബിണ്ടിയിൽ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ അതൊന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അടപ്പുകൊണ്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വെണ്ടയ്ക്ക ഒന്ന് തുടച്ചതിൻ്റെ ശേഷം മുറിച്ചാൽ മതി. വെണ്ടയ്ക്ക വറുത്ത് കഴിഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടും. പിന്നെ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പ് മാറി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വെണ്ടയ്ക്ക കൊണ്ടിട്ടുള്ള എന്ത് കറി ഉണ്ടാക്കുമ്പോഴും, ഈവൻ സാമ്പാറായാൽ പോലും വെണ്ടയ്ക്ക ഒന്ന് വറുത്തതിന് ശേഷം മാത്രമേ കറിയിലിടാവൂ, അല്ലെങ്കിൽ കറിയിൽ വഴുവഴുപ്പ് വരും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പല ആൾക്കാരും സാമ്പാറിൽ വെണ്ടയ്ക്ക അതേപോലെ മുറിച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാമ്പാറിലൊക്കെ വെണ്ടയ്ക്ക ഇടുമ്പോൾ അതൊന്ന് വറുത്തിട്ട് ഇടണം, എണ്ണയിലൊന്നും ഇട്ടിട്ട് ഒന്ന് വറക്കണം, എന്നിട്ട് ഇടാണ് നല്ലത്. അപ്പോഴാണ് അതിന് ടേസ്റ്റും കിട്ടും, പിന്നെ കറിക്ക് വഴുവഴുപ്പും ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയാണത്. എത്ര എണ്ണയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത്ര എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുത്തോളൂ. ഒരു 3 ടേബിൾ സ്പൂണ് 4 ടേബിൾ സ്പൂണ് ധാരാളമാണ്. ബാക്കി എണ്ണ കണ്ടില്ലേ ഇതിൽ വന്നു. ഇതിലേക്ക് മസാല വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്തു. ക്വാർട്ടർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് സവാള ഇടാണ്. സവാള ഞാനിതിൽ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 3 സവാള എടുക്കണം. സവാള ഇതിൽ എത്രയാണോ ചേർക്കുന്നത് അത്രയും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വഴന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചിരിക്കും. ഞാൻ ഇവിടെ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് പൊതുവെ ഞാൻ ചതച്ചിട്ടാണ് സാധാരണ കറികളിൽ ഇടാറ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പച്ച മണം മാറണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഒരു 5-6 ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 5 to 6 എടുത്താൽ മതി. പിന്നെ 1 ഇഞ്ച് ജിഞ്ചർ എടുത്താൽ മതി. ഇപ്പോൾ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്ത് കഴിഞ്ഞതാണ്. അപ്പം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതിന് മുന്നേ ഞാൻ ഒരു പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇത് അധികം എരിവില്ല, എന്നാലും ഞാനിത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. കാരണം എരിവ് അധികം കറിയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഇടുന്നത്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നെടുകെ കീറിയിട്ട് ചേർത്താലും മതി, അല്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി. ഇനി മല്ലിപ്പൊടി ചേർക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അവനവൻ്റെ സ്പൈസി ലെവൽ അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാം മസാലയൊക്കെ. ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകപ്പൊടിയാണ്. ഞാൻ ജീരകം വറുത്ത് പൊടിച്ചതാണത്, അതാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുള്ള ഇതിലൊക്കെ ജീരകപ്പൊടി ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. കൂടുതലാവരുത്, കുറച്ചാണ് ഇതൊക്കെ ചേർക്കാവൂ. മസാല ഒന്ന് മൂത്ത് വരണം. അപ്പോൾ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്. മസാല നന്നായിട്ട് മൂത്തിട്ടില്ലെങ്കിൽ ഒരു പച്ച ചൊയ ഉണ്ടാവും, ടേസ്റ്റ് കുറയും. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കണം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചതാണിത്. അപ്പം അതാണ് ചേർക്കുന്നത് ഞാൻ. ഇനി പേസ്റ്റായിട്ട് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തക്കാളി അരിഞ്ഞിട്ട് ചേർത്താലും മതി, എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ പുളി കൂടുതലുള്ള തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുത്താൽ മതി. ഒന്ന് അടച്ചു വയ്ക്കാം, ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വഴറ്റണം, എണ്ണ തെളിയണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ല വിശപ്പ് തോന്നും.
ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇതിലൊരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എത്രയാണ് വേണ്ടത് വെച്ചാൽ. പക്ഷേ വെള്ളം ഒഴിക്കാതെ നേരിട്ടിട്ട് വെണ്ടയ്ക്ക ഇതിലേക്ക്, വറുത്ത വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർക്കരുത്. കുറച്ച് വെള്ളം ഒഴിക്കാം. തീ കൂട്ടണം. ഇപ്പം ഞാൻ ഗരം മസാല ഇതിൽ ചേർത്തിട്ടില്ല, അതാണ് ഇനിയിപ്പോൾ ചേർക്കാൻ. ലാസ്റ്റ് അതാണ് ചേർക്കുക. ഗരം മസാല കറി ഉണ്ടാക്കുന്ന ഇടയിൽ ചേർക്കരുത് ഒരിക്കലും. അപ്പോൾ ഗരം മസാലയുടെ ആ മണമൊക്കെ പോവും. മിക്കവാറും എല്ലാ കറികൾക്കും ഗരം മസാല ലാസ്റ്റാണ് ചേർക്കാവും. അപ്പോഴാണ് ആ കറിക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് തിള വന്നു. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, മീതെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഭിണ്ടി ചേർക്കാം. ഭിണ്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇത് ഒരു 6-7 മിനിറ്റ് ഇത് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴാണ് ഈ ഭിണ്ടിയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് ഭിണ്ടി മസാലയൊക്കെ നല്ല ടേസ്റ്റി ഭിണ്ടി മസാല ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല വിതറാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. സോറി, ഞാൻ മറന്നു പോയതാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഗരം മസാല ഇട്ടിട്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കാൻ പാടില്ല, അതിൻ്റെ മണമൊക്കെ പോവും. ഇത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. ഗരം മസാല അപ്പോൾ ശരിക്കും അതിലേക്ക് പിടിക്കും. അപ്പോൾ 1/2 ടീസ്പൂണാണ് ഗരം മസാല ചേർത്തിരിക്കുന്നത്. മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അടിപൊളി ഭിണ്ടി മസാല റെഡിയായി. ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് വളരെ ടേസ്റ്റിയാണിത്. അതേപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ വെക്കാനും ഓഫീസിലേക്ക് ഹസ്ബൻഡിനൊക്കെ കൊടുത്തയക്കാനും ഒക്കെ വളരെ നല്ലതാണിത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.